നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുക്കള മുതൽ കിടപ്പുമുറി വരെ എല്ലായിടത്തും വാസ്തുതത്വങ്ങൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അതുപോലെ തന്നെ ഉറങ്ങുമ്പോൾ കിടപ്പുമുറിയിൽ ചില വസ്തുക്കൾ ഒഴിവാക്കണമെന്നും വാസ്തുവിൽ നിർദ്ദേശിക്കുന്നുണ്ട്. ഈ വസ്തുക്കൾ സമീപത്തുണ്ടായിരിക്കുന്നത് ലക്ഷ്മി ദേവിയെ അപ്രീതിപ്പെടുത്തും. അവ നിങ്ങളുടെ ഉറക്കത്തെയും മാനസിക സമാധാനത്തെയും സാമ്പത്തിക സ്ഥിതിയെയും പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബെഡിനോട് ചേർന്ന് അല്ലെങ്കിൽ നമ്മൾ ആ കിടക്കുന്നതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു കാരണവശാലും വയ്ക്കാൻ പാടില്ലാത്ത 5 വസ്തുക്കളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപേ ഈ പറയുന്ന വസ്തുക്കൾ അവിടെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ, കിടക്കുന്നതിന്റെ സൈഡിലായിട്ടൊക്കെ വച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. ഇനിയെങ്കിലും ഈ ഒരു തെറ്റ് നിങ്ങൾ ആവർത്തിക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ പല ദുഃഖദുരിതങ്ങൾക്കും ഇത് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഏതൊക്കെയാണ് ആ 5 വസ്തുക്കൾ എന്നുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് നമ്മൾ ആ കിടക്കുന്നതിന്റെ തൊട്ടടുത്ത് നിന്നും ഒഴിവാക്കേണ്ട വസ്തുക്കളിൽ ആദ്യത്തേതാണ് ക്ലോക്ക് എന്ന് പറയുന്നത്. വാസ്തുപ്രകാരം കിടക്കയ്ക്കടുത്തോ ഹെഡ് ബാൻഡിനടുത്തോ ഒരു ക്ലോക്ക് വയ്ക്കുന്നത് അനുചിതമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് മാനസിക സമ്മർദ്ദം വർദ്ധിക്കാൻ കാരണമായി തീരും. ക്ലോക്ക് നിർത്തുകയോ തെറ്റായ സമയം കാണിക്കുകയോ ചെയ്താൽ അത് ജീവിതത്തിലെ തടസ്സങ്ങളെയും നിഷേധാത്മകതയെയുമാണ് സൂചിപ്പിക്കുന്നത്. വാസ്തുപ്രകാരം വടക്കോ കിഴക്കോ അഭിമുഖമായിട്ട് ചുമരിൽ ഒരു ക്ലോക്ക് സ്ഥാപിക്കുന്നത് ശുഭകരമാണ്. ഇനി അടുത്ത വസ്തു, രണ്ടാമത്തെ വസ്തു എന്ന് പറയുന്നത് പേഴ്സാണ്. ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സ് കിടക്കയ്ക്കരികിലോ തലയ്ക്കരികിലോ വയ്ക്കുന്നത് അശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ ചെയ്യുന്നത് ലക്ഷ്മി ദേവിയെ അപ്രീതിപ്പെടുത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. കാരണം പണം അത് കിടക്കുന്നിടത്ത് സൂക്ഷിക്കുന്നത് ലക്ഷ്മി തത്വത്തിന്റെ ഊർജത്തെ തടസ്സപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പേഴ്സ് നമ്മൾ കിടക്കുന്നതിനടുത്തായിട്ട് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നേരിടേണ്ടതായിട്ട് വരും. സാമ്പത്തിക ശക്തിക്കും സ്ഥിരതയ്ക്കും എല്ലായ്പ്പോഴും നിങ്ങളുടെ പേഴ്സ് കിഴക്കോ വടക്കോ അഭിമുഖമായിട്ട് ഒരു വാർഡ്രോബിലോ സേഫിലോ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി അടുത്ത വസ്തുക്കൾ എന്ന് പറയുന്നത്, മൂന്നാമത്തെ വസ്തു എന്ന് പറയുന്നത് ഇലക്ട്രോണിക് സാധനങ്ങളാണ്. ഇക്കാലത്ത് മൊബൈൽ ഫോണ്, ലാപ്ടോപ്പ് അല്ലെങ്കിൽ ടാബ്ലറ്റ് എന്നിവയൊക്കെ എല്ലാവരും തന്നെ, ഒട്ടുമിക്ക എല്ലാവരും കിടക്കയിൽ വെച്ചുറങ്ങുന്നത് സാധാരണമാണ് അല്ലെ. ജോലിയൊക്കെ ചെയ്ത് ക്ഷീണത്തോടു കൂടി ലാപ്ടോപ്പ് മൊബൈലൊക്കെ അങ്ങനെ തന്നെ വെച്ച് ഉറങ്ങുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിൽ തന്നെ ഉണ്ടാകും. എന്നാൽ വാസ്തുശാസ്ത്ര പ്രകാരം ഇത് അങ്ങേയറ്റം ദോഷകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ഉപകരണങ്ങളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന വികിരണങ്ങളും അതുപോലെ തന്നെ നീല വെളിച്ചവും ഉറക്കത്തിന്റെ ഗുണനിലവാരം കുറയ്ക്കുകയും മാനസിക സമാധാനം നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇതുമൂലം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ മാനസികമായിട്ട് തളരുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും സൃഷ്ടിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ പോലുള്ള ഒരു തരത്തിലുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും നമ്മൾ കിടക്കുന്നതിന്റെ അടുത്തായിട്ട് ആ ഒരു കിടക്കയിലായിട്ട് ഒരു കാരണവശാലും സൂക്ഷിക്കാനായിട്ട് പാടുള്ളതല്ല. ഇനി അടുത്ത വസ്തു, നാലാമത്തെ വസ്തു എന്ന് പറയുന്നത് പാദരക്ഷകളാണ്. നമുക്കറിയാം മതപരമായിട്ടും വാസ്തുതത്വങ്ങളിലും പാദരക്ഷകൾ അശുദ്ധമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു വസ്തുവാണ് അല്ലെ. നമ്മളെപ്പോഴും പാദരക്ഷകൾക്ക് പുറമെയാണ് സ്ഥാനം കൽപ്പിച്ചിരിക്കുന്നത്. വീടിന് അകത്തേക്ക് പോലും കടത്താത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല, വീടിനുള്ളിലേക്കും ചെരുപ്പിട്ടൊക്കെ കയറുന്ന ആളുകളുണ്ട്. വീടിനുള്ളിൽ നടക്കാനായിട്ട് ചെരുപ്പുകൾ വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും അവ പുറത്തു നിന്നുള്ള പൊടിയും നെഗറ്റീവ് എനർജിയും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കിടക്കയ്ക്ക് സമീപം അവ സൂക്ഷിക്കുന്നത് ലക്ഷ്മി ദേവിയുടെ വരവിന് തടസ്സമായിട്ട് കണക്കാക്കപ്പെടും. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും കിടപ്പുമുറിയിൽ നിന്ന് ചെരുപ്പുകൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം വൃത്തിയും പരിശുദ്ധിയും ഉള്ള സ്ഥലത്ത് മാത്രമേ ലക്ഷ്മി ദേവി വസിക്കുകയുള്ളൂ. വൃത്തിയില്ല എങ്കിൽ നമ്മൾ പാദരക്ഷകൾ സൂക്ഷിച്ചൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്ക് ലക്ഷ്മി ദേവി വരില്ല. നമ്മുടെ മുറിയിൽ നമ്മുടെ കൂടെ ലക്ഷ്മി ദേവിയുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നാൽ മാത്രമേ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഉറക്കം എന്ന് പറയുന്നത്.
നമ്മൾ അധ്വാനിക്കുന്നു, നമ്മൾ പല ജോലികൾ ചെയ്യുന്നുണ്ട്, നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാത്തിലും ഉപരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത്. നല്ല ഒരു നാളെയിലേക്കുള്ള തുടക്കമാണ് നമ്മൾ ഇന്നത്തെ ഒരു ഉറക്കം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉറങ്ങി എഴുന്നേൽക്കുന്നത് പുതിയൊരു ദിവസത്തിലേക്കാണ്. പുതിയൊരു ദിവസം എന്ന് പറയുന്നത് പുതിയൊരു തുടക്കമാണ് അല്ലെ. അപ്പൊ നല്ലൊരു തുടക്കത്തിലേക്ക് നമ്മൾ എഴുന്നേൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉറക്കത്തിന് ശരിയായിട്ടുള്ള ഒരു സ്ഥാനം നമുക്ക് ലഭിച്ചിരിക്കണം, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഉറക്കം നമുക്ക് ലഭിച്ചിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വാസ്തുപരമായിട്ടുള്ള ഈ കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തത് 5ാമത്തെ വസ്തു എന്ന് പറയുന്നത് പുസ്തകങ്ങളും ഡയറി കുറിപ്പുകളുമാണ്. പലരും ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് പുസ്തകങ്ങളോ ഡയറി കുറിപ്പുകളോ ഒക്കെ കൈവശം വയ്ക്കാറുണ്ട്. പല ആളുകളും ചെയ്യുന്നതാണ് അല്ലെ. ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് വായന ഒരു ശീലമാക്കിയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം. വായിച്ചു ഉറങ്ങുന്ന ആളുകൾ ഉണ്ടാവും. നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും മുഖത്തൊക്കെ ബുക്ക് വെച്ച് ഉറങ്ങുന്ന ആളുകളെ, അല്ലെങ്കിൽ നെഞ്ചിൽ ബുക്ക് വെച്ച് ഉറങ്ങുന്ന ആളുകളെ. കിടക്കുന്നതിന് മുൻപ് ബുക്കുകൾ വായിക്കുന്നത് നല്ലൊരു ശീലം തന്നെയാണ്. അതിന് യാതൊരുവിധ കുറ്റമോ തെറ്റോ ഒന്നും തന്നെ ഇല്ല. എന്നാൽ ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ പുസ്തകങ്ങളും ഡയറി കുറിപ്പുകളും ഒക്കെ നമ്മുടെ കൈവശം വയ്ക്കുന്നത് വാസ്തുശാസ്ത്രം അനുസരിച്ച് ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പുസ്തകങ്ങൾ എന്ന് പറയുന്നത് അറിവിനെയും ആശയങ്ങളെയുമാണ് പ്രതീകപ്പെടുത്തുന്നത്. അത് മനസ്സിനെ സജീവമായിട്ട് നിലനിർത്താൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സ് ശാന്തമായിരിക്കേണ്ട സമയത്ത് പുസ്തകങ്ങളോ ഡയറി കുറിപ്പുകളോ സമീപത്തുണ്ടായിരിക്കുന്നത് ചിന്തയും സമ്മർദ്ദവും വർദ്ധിപ്പിക്കുകയും ഗാഢനിദ്ര തടയുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ ഉറക്കത്തിന് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും നമ്മുടെ നല്ല നാളെയെ ഇല്ലാതാക്കുകയും ചെയ്യും. എപ്പോഴും നല്ല ഉറക്കം കിട്ടി നല്ല രീതിയിൽ ഉണർന്ന് വരുന്ന സമയത്താണ് നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടുള്ള രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ എപ്പോഴും പറയാറില്ലേ, കഴിഞ്ഞ ദിവസത്തെ ഉറക്കം ശരിയായില്ല, അതുകൊണ്ട് എൻ്റെ ഇന്നത്തെ ദിവസം മുഴുവൻ പോയി എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനാണ് ഈ പറഞ്ഞതുപോലുള്ള തെറ്റുകൾ ചെയ്യാതിരിക്കാനായിട്ട് പറയുന്നത്. നല്ല രീതിയിലുള്ള ഉറക്കം നമ്മൾ മാത്രം ആഗ്രഹിച്ചാൽ ശരിയായിട്ടുള്ള ഉറക്കം ലഭിക്കണം എന്നില്ല. അതിൽ വാസ്തുശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടെ നിർബന്ധമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വാസ്തുശാസ്ത്രത്തിൽ നമ്മൾ വരുത്തുന്ന പാകപ്പിഴകൾ നമ്മുടെ ഉറക്കത്തെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാകാനും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരാനും പോലും ഈ പറഞ്ഞതുപോലുള്ള തെറ്റുകൾ കാരണമായി തീരും. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വാസ്തു എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ്, അതൊരിക്കലും ഒരു അന്ധവിശ്വാസമല്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെ നമ്മൾ വളരെയധികം ഗൗരവത്തോടെ കാണേണ്ടതായിട്ടുണ്ട്. വിശ്വാസമുള്ളവർ പാലിക്കുക, ഇല്ലാത്തവരോട് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. പക്ഷെ ഈ ഒരു വാസ്തുശാസ്ത്രം അനുസരിച്ച് ഈ കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും കിടക്കുന്ന ആ ഒരു കിടക്കയിൽ നിന്ന് അല്ലെങ്കിൽ കിടക്കുന്ന ആ ഒരു ഭാഗത്ത് നിന്നും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനിന്നിവിടെ പറഞ്ഞിരിക്കുന്ന ഈ 5 വസ്തുക്കളിൽ ഏതെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കിടക്കയ്ക്കരികിലായിട്ട് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ആ ഒരു തെറ്റുകൾ ഒഴിവാക്കുക. അത് മാറ്റുന്നതോടൊപ്പം നിങ്ങൾക്ക് നല്ല ഉറക്കവും ലഭിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളും ഉണ്ടാകും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.